അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണീ. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ. താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണീം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയെന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം 2-ാമത്തെ സ്കന്ധത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ 13 മുതൽ 23 കൂടിയുള്ള ശ്ലോകങ്ങളാണ് ഇപ്പോൾ പാരായണം ചെയ്ത് സമർപ്പിക്കുന്നത്. പുത്രാശ്ചാസ്യ മഹാവീര്യ പഞ്ചാസന്നമിതൗജസ പൃഥഗ്ദേശേഷു രാജാന സ്ഥാപിതാസ്തേന ഭൂഭുജ. വസോസ്തു പത്നി ഗിരികാ കാമാൻ കാലേ ന്യവേദയൽ ഋതുകാലമനുപ്രാപ്ത സ്നാതാ പുംസവനേ ശുചി. തദഃ പിതരശ്ചൈനമൂചുർജഹി മൃഗാനിതി തച്ഛ്രുത്വാ ചിന്തയാമാസ ഭാര്യാ മൃദുമതിം തഥാ. പിതൃവാക്യം ഗുരും മത്വാ കർത്തവ്യമിതി നിശ്ചിതം ചചാര മൃഗയാം രാജാ ഗിരികാം മനസാ സ്മരൻ. വനേ സ്ഥിത സ രാജർഷിശ്ചിത്തേ സസ്മാരഭാമിനീം അതീവ രൂപസമ്പന്നാം സാക്ഷാൽ ശ്രിയമിവാപരാം. തസ്യ രേത പ്രജസ്കന്ദ സ്മരതസ്താം ച കാമിനീം വടപത്രേ തു തദ്രാജ സ്കന്നമാത്രം സമാക്ഷിപൽ. ഇദം വൃഥാ പരിസ്കന്നം രേതോ വൈ ന ഭവേൽ കഥം ഋതുകാലം ച വിജ്ഞായ മതിം ചക്രേ നൃപസ്തദാ. അമോഘം സർവധാ വീര്യം മമ ചൈതന്ന സംശയ പ്രിയായൈ പ്രേഷയാമ്യൈതദിതി ബുദ്ധിമകൽപ്പയത്.
ശുക്രപ്രസ്ഥാപനേ കാലം महिष्या प्रसमीक्ष्य अभिमन्द्र्याथ तद्वीर्यं वटपर्णपुटे कृतं पार्श्वस्थं श्येनमाभाष्य राजोवाच द्विजं प्रति गृहाणेदं महाभागा गच्छ शीघ्रं गृहं मम मल्प्रीत्यर्थमिदं सौम्या गृहीत्वा त्वं गृहं नया गिरिकायै प्रयच्छाशु तस्यास्त्वार्तवमद्य वै। श्री हरे नमः। श्री जगदम्बिकायै नमः। सर्वत्र देवी नाम संकीर्तनं। श्री महादेव्यै नमः। सर्वत्र देवी नाम संकीर्तनं। श्री महादेव्यै नमः। अम्मे नारायण, देवी नारायण, लक्ष्मी नारायण, भद्रे नारायण। ശ്രീമദ്ദേവി ഭാഗവതം ദ്വിതീയ സ്കന്ധത്തിൽ ഒന്നാമത്തെ അധ്യായത്തിൽ 13 മുതൽ 23 കൂടിയുള്ള ശ്ലോകങ്ങളാണ് ഇപ്പോൾ ഭാഷാഗാനമായി മലയാള തർജ്ജമാരൂപത്തിൽ പാടി സമർപ്പിക്കുന്നത്. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. രാജാവിനോ പരാക്രമികളായിട്ടു 5 മക്കൾ രാജാക്കളായി വിവിധമാം ദേശത്തിലവർ. വസുപത്നി ഗിരികയോ ഋതുസ്നാതയായ കാലം പുത്രലാഭമോഹം രാജാവിനോടു ചൊല്ലി. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അന്നു പകൽ പിതാക്കന്മാർ വേട്ടയാടാൻ നിർദ്ദേശിച്ചു. പിതൃവാക്യം അനുസരിക്കാനുമുറച്ചു. അന്നു പകൽ പിതാക്കന്മാർ വേട്ടയാടാൻ നിർദ്ദേശിച്ചു. അതു കേട്ടു ഭാര്യ ഋതുസ്നാതയെന്നോർത്തു. പിതൃവാക്യം അനുസരിക്കേണ്ടതെന്നു ഓർത്തു രാജൻ. പത്നിയെ മനസ്സിലോർത്തു കാട്ടിലേക്കു പോയി. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. മറ്റൊരു ലക്ഷ്മി എന്ന പോൽ സുന്ദരിയാം ഗിരികയെ മനസ്സിലായോർത്തു രാജൻ വനത്തിൽ വച്ചും. കാമിനിയെ ഓർത്ത നേരം ചേതസ്സു സ്രവിച്ചുവല്ലോ. കാട്ടിൽ വച്ചു വടപത്രം തന്നീലായി വച്ചു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. തൻ്റെ പത്നി ഋതുസ്നാതയാണെന്നോർത്തു ഭൂപതിയും ചേതസ്സു വെറുതെ നഷ്ടപ്പെടാതിരിക്കാൻ. ചേതസ്സു നശിക്കാതെ പ്രിയപതിക്കെത്തിക്കും ഞാനും. അതിനായി എന്തു വഴി എന്നാലോചിച്ചു. രാജ്ഞിക്കു രേതസ്സുൾക്കൊള്ളാൻ യോഗ്യമായ സമയവും അറിഞ്ഞു രാജൻ നാലില തന്നിൽ സൂക്ഷിച്ചു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അടുത്തുള്ള പരുന്തിനെ വിളിച്ചു രാജൻ പറഞ്ഞു. അതിവേഗം ഇതു കൊട്ടാരത്തിലെത്തിക്കൂ.
എന്റെ പ്രീതിക്കായി ഇതു കൊട്ടാരത്തിൽ കൊണ്ടുപോയി ഋതുസ്നാതയായ ഗിരികയ്ക്കു നൽകണം. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അമ്മേ ദേവി മഹാമായേ, അമ്മേ ലക്ഷ്മി മഹാമായേ, അമ്മേ ഭദ്രേ മഹാമായേ, അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, വാണി ശരണം, കാളി ശരണം, ഭദ്രകാളി ശരണം, അമ്മേ ശരണം, അമ്മേ ശരണം. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ദേവി നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവി ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവി വാഴുക എൻ്റെ നാവിലനിശം വാക്കായി സുഗീതങ്ങളായി. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ദേവി നിന്നുടെ പാദപങ്കജമതിൽ ചേരട്ടെ എൻ ജന്മവും. അമ്മയെ അറിയാൻ എന്ന അക്ഷരപൂജ ആരംഭിച്ചിട്ട് ഇന്ന് 108ാമത്തെ ദിവസം. ഇവിടെ ദേവീഭാഗവതം ദ്വിതീയ സ്കന്ധത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ 13-ാമത്തെ ശ്ലോകം മുതൽ 23-ാമത്തെ ശ്ലോകം വരെ 11 ശ്ലോകങ്ങളാണ് നമ്മൾ പാരായണം ചെയ്തത്, ഭാഷാഗാനമായി പാടി സമർപ്പിച്ചു. ഇവിടെ പറയുന്നു, പുത്രാശ്ചാസ്യ മഹാവീര്യ പഞ്ചാസൻ അമിതൗജസ പൃഥഗ്ദേശേഷു രാജാന സ്ഥാപിതാസ്തേന ഭൂഭുജ. രാജാവിനെ കുറിച്ച് പറഞ്ഞു നമ്മൾ നേരത്തെ. ഉപരിചരവസു, ഉപരിചരൻ എന്ന രാജാവിന് ഉപരിചരവസു എന്ന പേരുണ്ടായെന്നും അദ്ദേഹത്തിൻ്റെ പത്നി ഗിരിക എന്ന സുന്ദരിയായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ആ ഗിരികയിൽ ഉപരിചരവസുവിന് 5 പുത്രന്മാരുണ്ടായി. മഹാവീര്യ അമിതൗജസ, വളരെ പരാക്രമശാലികളാണ്, വലിയ അതീവമായ തേജസ്സുള്ള ആളുകളാണ് അവർ 5 പേര്. ഓരോരുത്തരെയും പൃഥഗ്ദേശേഷു, ഓരോ രാജ്യങ്ങളുടെ ദേശങ്ങളുടെ രാജാവാക്കി അദ്ദേഹം വാഴിച്ചു ഉപരിചരവസു. എന്നിട്ട് മറ്റൊരു കഥ പറയുകയാണ്, വസോസ്തു പത്നി ഗിരിക കാമാൻ കാലേ ന്യവേദയൽ. വസുവിൻ്റെ പത്നിയായിരിക്കുന്ന ഗിരിക ഋതുകാലം അനുപ്രാപ്ത സ്നാത പുംസവനെ ശുചി. അപ്പോൾ പുംസവനത്തിന് ആഗ്രഹിച്ചു എന്നാണ്. ശുദ്ധിയായിരിക്കുന്ന ഈ ഗിരിക ഋതുകാലം കഴിഞ്ഞു, കുളിച്ച് ശുദ്ധിയായി വസുവിൻ്റെ പത്നിയായ ഗിരിക പുത്രലാഭത്തിനുള്ള തൻ്റെ ആഗ്രഹത്തെ ഭർത്താവിനെ അറിയിച്ചു. ഈ സന്ദർഭത്തിലാണ് തദഹ പിതരശ്ചൈന മൂചുർജഹി മൃഗാനിതി തച്ഛുത്വാ ചിന്തയാമാസ ഭാര്യ ഋതുമതീം തഥ. ഇവിടെ അന്ന് പകൽ പിതാക്കന്മാര് ഈ ഉപരിചരവസുവിനോട് പറഞ്ഞു, നീ ഇന്ന് നായാട്ടിന് പോകണം എന്ന് പറഞ്ഞു. അപ്പം അത് കേട്ടപ്പോൾ തൻ്റെ പത്നി ഋതുസ്നാതയായിട്ടിരിക്കുകയാണെന്നും ഇപ്പോഴാണ് പുത്രോത്പാദനം നടത്തേണ്ടതെന്നും ഇന്ന് തീരുമാനിച്ചു. പക്ഷേ പിതാക്കന്മാരുടെ, തൻ്റെ ആ പൂർവികന്മാരുടെ വാക്കുകൾ കേൾക്കാതിരിക്കാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നില്ല. അപ്പം അദ്ദേഹം പിതൃവാക്യം ഗുരും മത്വ, ആ വാക്ക് പിതൃവാക്യം വളരെ ഗൗരവമേറിയതാണ്. ഗുരും മത്വ കർത്തവ്യമിതി നിശ്ചിതം, അത് എൻ്റെ കർത്തവ്യമാണ്, എൻ്റെ കടമയാണ്
എന്ന് ഉറപ്പിച്ചിട്ട് അത് വിട്ടിട്ട് മറ്റൊന്നും ചെയ്യാൻ പാടില്ല. അച്ഛൻ പറയുന്നത് കേൾക്കുകയാണ്, പിതൃക്കൾ പറയുന്നത് കേൾക്കുകയാണ് വേണ്ടത് എന്ന് മനസ്സിലാക്കി നിശ്ചയിച്ചുറപ്പിച്ച് ചചാര മൃഗയാം രാജ ഗിരികാം മനസാ സ്മരൻ. അപ്പോൾ ഈ യാത്ര പോയി, നായാട്ടിനായിട്ട് പോയി എങ്കിലും മനസ്സിലെന്താണ്? മനസ്സിൽ ആ ഗിരിക എന്ന തൻ്റെ പത്നിയെക്കുറിച്ച് ആലോചിച്ചും കൊണ്ട് അദ്ദേഹം യാത്രയായി. വനേ സ്ഥിത സ രാജർഷിശ്ചിത്തേ സസ്മാര ഭാമിനിം. വനത്തിൽ വെച്ച് സാക്ഷാൽ സുന്ദരിയായ ആ ഗിരികയെ അദ്ദേഹം മനസ്സിൽ ഓർത്തു. ഓർക്കാതിരിക്കൂ? സുന്ദരിയായ ഭാര്യ പുത്രസമ്പാദനത്തിനായിട്ട് ഭർത്താവിനെ സമീപിച്ചു, അതിനുള്ള സമയം കിട്ടിയില്ല. അദ്ദേഹം കാട്ടിലേക്ക് വന്നു. കാട്ടിൽ വെച്ച് തൻ്റെ ഭാര്യയെ ഓർത്തു. എങ്ങനെയുള്ള ഭാര്യ എന്നാണ് പറയണത്? അതീവ രൂപസമ്പന്നാം സാക്ഷാൽ ശ്രിയമിവാപരാം. മറ്റൊരു ശ്രീ ഭഗവതി, ലക്ഷ്മി ഭഗവതിയെപ്പോലെ സുന്ദരിയായ രൂപസൗന്ദര്യമുള്ള കാമാർത്തയായിരിക്കുന്ന ആ പെൺകുട്ടിയെ ഗിരികയെ കാട്ടിൽ വെച്ച് ഈ രാജർഷി, ഈ ഉപരിചര വസു ഓർത്തുപോയി. അങ്ങനെ ഓർത്തുകൊണ്ടേയിരിക്കുമ്പോൾ തസ്യരേത പ്രജസ്കന്ദ സ്മരതസ്താം ച കാമിനിം. തൻ്റെ ആ കാമിനിയെ, തൻ്റെ ഭാര്യയെ ഓർത്തപ്പോൾ ആ ഓർമ്മയിൽ അദ്ദേഹത്തിന് രേതസ് സ്ഖലിച്ചു. വടപത്രേതു തദ്രാജ സ്കന്നമാത്രം സമാക്ഷിപൽ. ആ സ്ഖലിച്ച രേതസ് ഒരു വടപത്രത്തിൽ, ആ വടവൃക്ഷത്തിൽ, വടവൃക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആൽമരം, അതിൻ്റെ ഇലയിൽ വടപത്രത്തിൽ ആ രേതസ് സൂക്ഷിച്ചു. ഇതം വൃഥാപരിസ്കന്നം രേതോ വൈ ന ഭവേത് കഥം ഋതുകാലം ച വിജ്ഞായ മതിം ചക്രേ നൃപസ്തത. ഇപ്പം തൻ്റെ പത്നി ഋതുസ്നാതയായി തന്നെ കാത്തിരിക്കുകയാണ് എന്ന് ഓർമ്മിച്ചു രാജാവ്. അദ്ദേഹം ആലോചിച്ചു, ഇതം വൃഥാ പരിസ്കന്നം രേതോ വൈ ന ഭവേൽ കഥം. ഈ സ്ഖലിച്ച രേതസ് വെറുതെ നഷ്ടപ്പെടാതിരിക്കാൻ എന്താണ് വഴി എന്ന് ആലോചിച്ചു. ആധുനിക കാലത്ത് നമുക്ക് ആലോചിക്കുമ്പോൾ ഇതൊരു ശരിയല്ല എന്നൊക്കെ തോന്നിയേക്കാം. ഏതായാലും അന്ന് അങ്ങനെ സാധിക്കുമായിരുന്നുണ്ടാവണം, അതുകൊണ്ടാണ് ഇങ്ങനെ. ഏതായാലും പറയുകയാണ്, ഇത് നഷ്ടപ്പെടാതിരിക്കാൻ എന്താണ് വഴി എന്ന് അദ്ദേഹം ആലോചിച്ചു. അമോഘം സർവഥാ വീര്യം മമ ചൈതന്ന സംശയ പ്രിയായി പ്രേഷയാമ്യൈതദിതി ബുദ്ധിമകൽപ്പയൽ. എൻ്റെ വീര്യം ഒരിക്കലും നിഷ്ഫലമായി പോവരുത്. അത് തീർച്ചപ്പെടുത്തിയിട്ട് എങ്ങനെയെങ്കിലും ഇത് തൻ്റെ പത്നിക്ക് എത്തിച്ചു കൊടുക്കണം എന്ന് തീർച്ചപ്പെടുത്തി രാജാവ്. അങ്ങനെ ബുദ്ധിയിൽ അത് ഉറപ്പിച്ചു. അതിനെന്താണ് വഴി എന്ന് അദ്ദേഹം ആലോചിക്കുകയാണ്. ശുക്രപ്രസ്ഥാപനേ കാലം മഹിഷ്യാ പ്രസമീക്ഷ്യസ. രാജ്ഞിക്ക് രേതസ് ഉൾക്കൊള്ളാനുള്ള മുഹൂർത്തം ആലോചിച്ചറിഞ്ഞ അദ്ദേഹം അഭിമന്ത്ര്യാധ തദ്വീര്യം വടപർണപുടേ കൃതം. ആ രേതസ് അഭിമന്ത്രിച്ച്, മന്ത്രം ജപിച്ചിട്ട് ആലിലയുടെ ഒരു പൊതിയിലാക്കി അവിടെ വെച്ചു. എന്നിട്ടോ അടുത്തു തന്നെ ഒരു പരുന്ത് വന്നിരിക്കുകയാണ്. പാർശ്വസ്ഥം ശേനമാഭാഷ്യ. അവിടെ രാജോവാച ദ്വിജം പ്രതി. അടുത്തിരിക്കുന്ന ഒരു പരുന്തിനെ വിളിച്ചിട്ട് രാജാവ് പറഞ്ഞു, ഗൃഹാണേദം മഹാഭാഗ ഗച്ഛശീഘ്രം ഗൃഹം മമ. ഹേ മഹാശയ, നീയ് ഇത് എടുത്തിട്ട് എൻ്റെ ഭവനത്തിലേക്ക് പോകൂ, എൻ്റെ ഭവനത്തിലേക്ക് ഈ പൊതി കൊണ്ടുകൊടുക്കണം എന്ന് പറയുകയാണ്. മൽപ്രീത്യർത്ഥമിതം സൗമ്യ ഗൃഹീത്വാത്വം ഗൃഹം നയാ ഗിരികായൈ പ്രയച്ഛാസു തസ്യാസ്ത്വാർത്തവമദ്യ വൈ. ഇവിടെ ഹേ സൗമ്യനായിരിക്കുന്ന പരുന്തിനോട് പറയുകയാണ്, എൻ്റെ സന്തോഷത്തിന് വേണ്ടി മൽപ്രീത്യർത്ഥമിതം, നീ ഇതെടുത്ത് എന്തു വേണം? ത്വം ഗൃഹം നയാ, എൻ്റെ ഗൃഹത്തിലേക്ക്, എൻ്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി ഗിരികായി പ്രയച്ഛാശു, എൻ്റെ ഭാര്യയായിരിക്കുന്ന ഗിരിക അവിടെയുണ്ട്, ആ ഗിരികയ്ക്ക് ഇത് കൊടുക്കൂ. അവളിപ്പോൾ തസ്യാസ്തു ആർത്തവമദ്യവൈ, ഋതുസ്നാനം കഴിഞ്ഞ് ശുചിയായിട്ടിരിക്കുകയാണ്. ഈ രേതസ്സടങ്ങിയ പൊതി പരുന്തിനോട് പറയുകയാണ്, നീ കൊണ്ടുപോയി എൻ്റെ ഭാര്യയായ ഗിരികയ്ക്ക് നൽകണം എന്ന് പറയുന്നു.
ആ 23-ാമത്തെ ശ്ലോകത്തോടുകൂടി നമ്മൾ ഇന്ന് അമ്മയുടെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുകയാണ്. 24-ാമത്തെ ശ്ലോകം മുതൽ പരുന്ത് അതുമായി പറന്നു പോകുന്നതും പിന്നീടുണ്ടാകുന്ന സംഭവവികാസങ്ങളൊക്കെയാണ് നാളെ നമ്മൾ അനുസ്മരിക്കുക. ഇന്ന് ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കണു. ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളെ അമ്മയുടെ പാതാരവിന്ദങ്ങളിൽ വീണ്ടും വീണ്ടും സമർപ്പിക്കുന്നു. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ, ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല, ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം, സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു, ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ, കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ. കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ, ദേവി ആരതിയൊഴിയുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാം, കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാം. കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു, ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ജയ
ജയ ജഗദീശ്വരിയേ ദേവി ജയ ജഗദീശ്വരിയേ ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ ജയ ജഗദീശ്വരിയേ അമ്മേ ജയ ജഗദീശ്വരിയേ ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാഃ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യസമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.